കഴിഞ്ഞ അധ്യയന വർഷം എല്ലാ ദിവസവും മുടങ്ങാതെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത കുട്ടികളെ കോതമംഗലം ബിഷപ്സ് ഹൌസിൽ ഏപ്രിൽ 13 ശനിയാഴ്ച അഭിവന്യ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവ് സ്വീകരിച്ചു. രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നായി 600-ലധികം കുട്ടികൾ പങ്കെടുത്തു. ഭാവിയിൽ ലോകത്ത് എവിടെയായിരുന്നാലും വിശുദ്ധരായി ജീവിക്കാനുള്ള ഊർജ്ജം എല്ലാ ദിവസത്തെയും പരിശുദ്ധ കുർബാനയിലൂടെ ലഭിക്കുമെന്നും പരിശുദ്ധ കുർബാന നമ്മുടെ ആത്മീയ ആയുധമാണെന്നും തിന്മയുടെ കെണികളിൽ നിന്നും പരിശുദ്ധ കുർബാന നമ്മെ രക്ഷിക്കുമെന്നും മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടന സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ന് നിങ്ങൾ ദേവാലയത്തിലേക്ക് അതിരാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ അവിടെ ആരെ കാണുന്നത്? ജീവിക്കുന്ന ഈശോയെ കാണുന്നു, അല്ലേ? ഈശോയുടെ പ്രത്യേകത എന്താണ്? ഇമ്മാനുവേൽ. ഇമ്മാനുവേലിന്റെ അർത്ഥം എന്താണ്? ദൈവം നമ്മോടുകൂടെ. അപ്പം ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്ന് നമുക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ് നാം എല്ലാ ദിവസവും ദൈവാലയത്തിൽ പോയി കുർബാനയിൽ പങ്കെടുക്കുന്നത്. രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മല്ലേക്കണ്ടത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. കുട്ടികളുടെ നിശ്ചയദാർഢ്യത്തെയും വിശ്വാസ തീക്ഷ്ണതയും അഭിനന്ദിച്ച അഭിവന്യ പിതാവ് കുടയും ടീഷർട്ടും ജപമാലയും കുട്ടികൾക്ക് സമ്മാനമായി നൽകി. പരിപാടിയിൽ പങ്കെടുത്ത 3 പേരെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത് സൈക്കിൾ സമ്മാനമായി നൽകിയത് ശ്രദ്ധേയമായി. രൂപത വിശ്വാസ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ബലിയൻ ബലം എന്ന പേരിൽ നടന്ന പരിപാടിക്ക് വിജ്ഞാന ഭവൻ ഡയറക്ടർ ഫാദർ ജോസഫ് കല്ലറയ്ക്കൽ നേതൃത്വം നൽകി. രൂപതാ കേന്ദ്രവും മൈനർ സെമിനാരിയും വിവിധ ഓഫീസുകളും കുട്ടികളെ പരിചയപ്പെടുത്തി. കോതമംഗലം രൂപതയ്ക്ക് വേണ്ടി വൈദിക പരിശീലനം നടത്തുന്ന വൈദിക വിദ്യാർത്ഥികളുടെ സജീവ പങ്കാളിത്തവും വിവിധ കലാപരിപാടികളും ചടങ്ങിന് മാറ്റുകൂട്ടി. ധാരാളം വികാരിയച്ഛന്മാരും സിസ്റ്റേഴ്സും മതാധ്യാപകരും പങ്കുചേർന്ന പരിപാടി സംഘാടക മികവുകൊണ്ട് ശ്രദ്ധേയമായി. അനുദിന ദിവ്യബലിയിൽ 1 വർഷം മുടക്കം വരുത്താതിരുന്ന 2 വയസ്സുകാരനായ ബ്രിൻഡോയെയും കുടുംബത്തെയും അഭിവന്യ മടത്തിക്കണ്ടത്തിൽ പിതാവ് പ്രത്യേകമായി പ്രശംസിച്ചു. ഷെക്കേന ന്യൂസ്, കൊച്ചി.